നമസ്കാരം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയാനാണ് നമുക്കൊക്കെ ഇഷ്ടം. എൻ്റെ ജീവിതം മനോഹരമായി പോകുന്നുവെന്ന്. എന്നാൽ പലപ്പോഴും നമ്മളുടെ ജീവിതം അത്ര കണ്ട് മനോഹരമല്ല എന്ന പരാതിയും നമുക്ക് പല കാര്യങ്ങളിലുമുണ്ട്. ഒരിക്കലൊരു കവി കുയിലിനോട് ചോദിച്ചു, എന്താണ് ജീവിതം? കുയിൽ മറുപടിയായിട്ട് പറഞ്ഞു, സ്നേഹത്തോടെ എന്നിലെ ശബ്ദം ഒരു ഗാനമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതാണ് എൻ്റെ ജീവിതമെന്ന്. വീണ്ടും കവി ഫലപ്രദമായ ഒരു മുന്തിരിവള്ളിയോട് ചോദിച്ചു, എന്താണ് ജീവിതമെന്ന്? മുന്തിരിവള്ളി പറഞ്ഞു, എന്നിലെ മധുരകരമായ ഫലങ്ങൾ മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുന്നതാണ് എൻ്റെ ജീവിതമെന്ന്. കവി മിന്നാമിന്നിയോട് ചോദിച്ചു, എന്താ നിൻ്റെ ജീവിതമെന്ന്? മിന്നാമിന്നി പറഞ്ഞു, എന്നിലെ വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് എൻ്റെ ജീവിതമെന്ന്. വീണ്ടും പുഴക്കരയിലേക്ക് പോയ കവി പുഴയിൽ നീന്തുന്ന മീനിനോട് ചോദിച്ചു, എന്താ ജീവിതമെന്ന്? മീൻ മറുപടിയായി പറഞ്ഞു, എതിരെ വരുന്ന വെള്ളത്തെ അതിജീവിച്ച് മുന്നേറുന്നതാണ് എൻ്റെ ജീവിതമെന്ന്. പുഴയോട് ചോദിച്ചു കവി, എന്താണ് ജീവിതമെന്ന്? പുഴ മറുപടിയായി പറഞ്ഞു, ശാന്തമായി ഒഴുകി എൻ്റെ ലക്ഷ്യമായ കടലിൽ എത്തിച്ചേരുന്നതാണ് എൻ്റെ ജീവിതമെന്ന്. ഇത് കേട്ട് കവി മനുഷ്യനോട് ചോദിച്ചു, എന്താണ് നിൻ്റെ ജീവിതമെന്ന്? മനുഷ്യൻ ദുഃഖത്തോടെ പറഞ്ഞു, വിചാരിക്കും വഴിയിൽ പോകുന്നില്ല എന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ കുഴപ്പം. കൂടാതെ തന്നെ താങ്കളോടിപ്പോൾ പലരും പറഞ്ഞല്ലോ അവരുടെ ജീവിതത്തെക്കുറിച്ച്. എനിക്കൊന്ന് പറയാനുണ്ട്. കുയിലിൻ്റെ പാട്ടൊക്കെ കൊള്ളാം, പക്ഷേ അല്പം കൂടെ വർണ്ണമായ ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ അല്പം കൂടി ഇമ്പകരമായിരുന്നേനെ പാട്ട്. പിന്നെ മുന്തിരിവള്ളി പറഞ്ഞല്ലോ അതിൻ്റെ മധുരകരമായ കായയെക്കുറിച്ച്. എന്നാൽ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്ത മുന്തിരിവള്ളി എങ്ങനെ അതിൻ്റെ കായയെക്കുറിച്ച് സ്വയം പറയാൻ സാധിക്കും? വീണ്ടും പറഞ്ഞു, മിന്നാമിന്നി അതിൻ്റെ വെട്ടത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇത്തിരിയില്ലാത്ത ഈ വെട്ടം കൊണ്ട് എന്ത് ചെയ്യാനാണ്? കവി ഇടയ്ക്ക് കയറി പറഞ്ഞു, ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കുഴപ്പം. നിന്നിൽ എന്തുണ്ടോ അത് സ്നേഹമായി, ദാനമായി, ത്യാഗമായി, പ്രകാശമായി മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ജീവിതം മനോഹരമാകും. എന്നിലും നിന്നിലും ഉള്ളതെന്തെന്ന് കണ്ടെത്തുവാൻ ഒരു മുട്ട അതിൻ്റെ ഉള്ളിലെ പ്രഷർ കൊണ്ട് പൊട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ജീവനുള്ള ഒരു കുഞ്ഞിക്കിളി പുറത്തേക്ക് വരും. എന്നാൽ പുറത്തേക്ക് വീണ വെറുതെ പൊട്ടുകയാണെങ്കിൽ അത് വെറുതെ ആയി പോകും. അതുപോലെ നമ്മളിലുള്ള കഴിവുകളെ മനസ്സിലാക്കി മറ്റുള്ളവരോട് സ്നേഹം പങ്കിടുവാൻ, മറ്റുള്ളവർക്ക് ദാനമായിട്ട് ഉള്ളത് കൊടുക്കുവാൻ, ത്യാഗങ്ങളെ ഏറ്റെടുത്ത് ജീവിതത്തിൻ്റെ പ്രതികൂലതകളിൽ എതിരെ നീന്തുവാൻ, ശാന്തമായി ഒരു ധ്യാനമായി ജീവിതത്തെ നയിക്കുവാൻ, ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ശക്തിയെ തിരിച്ചറിയുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിക്കോസ് അവർ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.